ബറോസ് ഞാൻ ആക്ച്വലി ഡയറക്ടർ ഫസ്റ്റ് മോഹൻലാൽ സിനിമയായതുകൊണ്ട് ഞാൻ ബോംബെയിൽ നിന്ന് വന്നതാണ് ഫാൻസിൻ്റെ കൂടെ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര ഒരു കളർഫുള്ളായിട്ട് തോന്നി. പിന്നെ 3D to 3D ആകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. 2D to 3D ആക്കാതെ 3D to 3D തന്നെയായിരുന്നു, 3Dയിൽ ഷൂട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു. 3D നല്ല ഇഫക്റ്റീവ് ആയിരുന്നു. കിഡ്സിന് വേണ്ടിയിട്ടുള്ള മൂവിയാണ്. ഫാമിലി ഓഡിയൻസ് കിഡ്സിൻ്റെ കൂടെ വരാം. എന്നിട്ട് ഇപ്പം കുറേ നാളുകൊണ്ട് നമ്മൾ ഒരു ബ്ലാക്ക് ടോണിൽ കാണുമ്പോൾ ഇപ്പം എല്ലാം ബ്ലാക്ക് ആയിട്ട് വരുന്ന ഫിലിംസ് അല്ല, വയലൻസ് ബ്ലാക്ക്, അതിനെക്കാട്ടിലും വലിയ വ്യത്യാസമായിട്ട് ഒരു ഡിഫറെൻറ്റ് ജോണർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷന് നല്ല ന്യായം കൊടുത്തിട്ടുണ്ട്. പ്ലസ് ലാസ്റ്റിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അത് തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എണ്ണിട്ട് നിന്നു. ഭയങ്കര ഒരു ഹാപ്പി ഫിലിമായിരുന്നു. നല്ല ഫെസ്റ്റിവൽ സാന്റാ ക്ലോസ് പോലൊക്കെ. എന്തോ അതാ ഞാൻ ഏത് സ്ക്രിപ്റ്റ് കൊടുത്താലും പുള്ളിക്ക് ഒരു ന്യായം കൊടുക്കാൻ പറ്റുന്ന പോലെ തോന്നി. ഈ സ്ക്രിപ്റ്റിന് എത്ര ഒക്കെ വേണമായിരുന്നു അതെല്ലാം പുള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സ്ക്രിപ്റ്റ് കൊടുത്താലും പുള്ളിക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നി എനിക്ക്. നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. മുത്തശ്ശി കഥ പോലെ തോന്നും. ഫാമിലിയും എൻജോയ് ചെയ്യും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ വലിയൊരു കണക്ട് തോന്നത്തില്ല. പടം കേരളത്തിലും ഓവർസീസുമാണ്. ഇതൊരു PVR സിനിമയാണ്. ഇതൊരു സിംഗിൾ സ്ക്രീൻ സിനിമയല്ല. അങ്ങനെ തോന്നി. പടം നല്ല പടമാണ്. നല്ല 3D ഇഫക്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് കാണാനുണ്ട്. സോ ഈവൻ മെസ്സേജും നല്ല മെസ്സേജാണ് അവർ ഡെലിവർ ചെയ്തിരിക്കുന്നത്. പിള്ളേർക്ക് വേണ്ടിയാണ് എസ്പെഷ്യലി പടം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പിള്ളേർ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു ഫിക്ഷൻ പോലത്തെ ഒരു സ്റ്റോറിയാണ്, ഒരു ഫെയറി ടെയിലൊക്കെ. പക്ഷേ അത് നന്നായിട്ട് അവർ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല രീതിയിലാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു 3D പടം വന്നിട്ടില്ല. ഡയറക്ഷൻ വൈസ് ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ നമ്മൾ യൂഷ്വലി പടം കാണുമ്പോഴത്തേക്ക് ഒരു ഫൈറ്റ് സീന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു മാസ് ആക്ഷൻ അങ്ങനത്തെ ഉള്ളത്. പക്ഷേ ഇത് ലിറ്ററലി ഒരു ആക്ഷൻസ് ഉണ്ടെങ്കിൽ പക്ഷേ പിള്ളേർക്ക് പറ്റിയ മനസ്സിലാകുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. മൂവിയായിരുന്നു. ഇപ്പോൾ ലാലേട്ടൻ ആദ്യം ഡയറക്റ്റ് ചെയ്ത 3D മൂവി എന്ന് പറയുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനിൽ അവർക്ക് കാണാൻ പറ്റിയ ബെസ്റ്റ് മൂവിയാണ്. ഇവരൊക്കെ 3D ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾക്ക് കാണാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും എഡിറ്റിംഗ് ആയാലും സിനിമോട്ടോഗ്രാഫർ ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ലാലേട്ടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഓക്കെ, താങ്ക് യു. നല്ല പടം. നമ്മളത് കുട്ടികളുടെ പടമായിട്ട് തന്നെ എടുക്കണം. തന്നെ മാസമായിട്ട് നമ്മൾ കാണരുത്. നല്ല ലാഗെന്നല്ല, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. 3D നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഈ പറഞ്ഞിട്ട് നമ്മൾ അവതാരമൊക്കെ കാണുന്ന അത്രയ്ക്ക് പോവില്ല ഒരു അത്യാവശ്യം നന്നായിട്ട് മലയാളത്തിൻ്റേതായിട്ടുള്ളൊരു ഫസ്റ്റ് 3D എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ്. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ ഞങ്ങൾ ഇത്തിരി ഫ്രണ്ടിലായിരുന്നു, അതുകൊണ്ട് സൈഡിലായതിൻ്റെ പേരിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പടം. ബറോസല്ലേ? കിടിലം പടം ഒരു രക്ഷയില്ല. പൊളിപ്പടം. ലാലേട്ടനെ മാറ്റിക്കുക. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അതിനകത്ത് ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് പടം. പിന്നെ ഡയറക്ഷൻ അടിപൊളി ഡയറക്ഷനാണ്. ഗ്രാഫിക്സ് അടിപൊളി ഗ്രാഫിക്സാണ്. വേറെ അതിനകത്ത് പിള്ളേർക്ക് പറ്റിയ പടമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ പ്രായക്കാർക്കും പറ്റിയ പടമാണ്. അതിനകത്ത് എല്ലാം കണ്ടൻറ്റും ഉണ്ട്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ക്വാളിറ്റിയും ഡയറക്ഷനും ഗ്രാഫിക്സ് എടുത്ത് വേണം. ഗ്രാഫിക്സൊക്കെ കറക്റ്റ് ഇംഗ്ലീഷ് പടം കാണുന്നതാണ്. ഒരു ഇംഗ്ലീഷ് പടം കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീൽ ഞാൻ പടത്തിൽ കിട്ടുന്നത്. അതിനൊക്കെ ലാലേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. എല്ലാ പ്രായക്കാർക്കും പറ്റിയ പടമാണ്. റിസോഴ്സ് ആയതുകൊണ്ട് അടിച്ച് പൊളിക്കും. അത് പറയാനായിട്ട് എടുത്ത് പറയേണ്ടത് അതിൻ്റെ ഗ്രാഫിക്സാണ്. അതിന് പിന്നെ ക്വാളിറ്റിയും അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്ഷനാണ് പൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു അതിനെന്നെ പറയാൻ നടത്തില്ല. ഒരു ഇതുമില്ലാതെ കറക്റ്റായിട്ട് ചില പടങ്ങളൊക്കെ അറിയില്ല ഗ്രാഫിക്സൊക്കെ പൊളിയാവും. ഇത് ഗ്രാഫിക്സൊക്കെ കാണുന്നത് കണ്ടാൽ ഇംഗ്ലീഷ് പടം കാണുന്നില്ല. കറക്റ്റ് ഇംഗ്ലീഷ് പടം പോലെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലൻ. ബറോസ് എനിക്കിഷ്ടപ്പെട്ടു. വളരെ നല്ല സിനിമയാണ്. കാരണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈ 47 വർഷത്തിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഡയറക്ഷനുള്ള സിനിമയാണ്.
മലയാളത്തിൽ മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം ആദ്യമായിട്ടാണ് ഒരു 3D ഇത്രയും നല്ല റിയൽ 3D ഒരു സിനിമ കാണുന്നത്. കാരണം വിഷ്വലായിട്ടുള്ളതാണെങ്കിലും മലയാളത്തിൽ നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, അതേ ഫീല് നൽകുന്ന ഒരു സിനിമയാണ്. ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വന്നിരുന്നു കാണാം. ഇതൊരു മാസ് പടമല്ല, ഇത് പറഞ്ഞ പോലെ ഒരു ഫാൻറ്റസി സിനിമയാണ്. അതുപോലെ എൻ്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫാമിലിയായിട്ട് ധൈര്യമായിട്ട്, ഇതിലൊരു വെട്ടോ കുത്തോ കൊലപാതകമോ ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇതിലൊരു സെക്സ് ആയിട്ടുള്ള ഒരു സീനും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് ലാലേട്ടൻ്റെ സിനിമ ഒന്ന് കാണാം. അടിപൊളി പടം. ഡയറക്ഷൻ അതാ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ 47 വർഷം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും എല്ലാത്തരം ഇമോഷൻസും കാണിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ്. കാരണം ഞാൻ എപ്പം TV ഓണാക്കിയാലും ഫോൺ ഓണാക്കിയാലും അദ്ദേഹത്തെ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഡയറക്ഷൻ നല്ലതാണ്. ഇനിയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയാവട്ടെ. ഈ 2024 ക്രിസ്മസ് ദിനത്തിൽ ഈ ഇറക്കിയ സിനിമയ്ക്ക് വളരെ വിജയകരമായിട്ടുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഫറോസ് നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാനം, അദ്ദേഹം 3D കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കുടുംബവുമൊത്ത് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ല ചിത്രം തന്നെയായിരുന്നു ഫറോസ്. പിന്നെ ഇതിൻ്റെ ദൃശ്യമികവും അതേപോലെ സൗണ്ടിൻ്റെയും ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആയാലും ദൃശ്യമികവായാലും എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കാണാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം തന്നെയാണ് ഫറോസ്. ലാലേട്ടൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ, നടന്നുള്ള രീതിയിൽ മലയാളികൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ കൈയടക്കത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒട്ടും നമുക്ക് സംശയം വേണ്ട. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഫറോസ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.